ഹലോ എവ്രി വൺ. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്നുള്ള ആ ഒരു പേപ്പറിൽ A03 യൂണിറ്റ് 4 ആണ്. സോ യൂണിറ്റ് 4 എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ്. So in the previous chapter, that means in the second unit, we studied about rhetorical modes of writing. So this chapter is explanation of that rhetorical modes. നമ്മൾ rhetorical മോഡ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്, എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ്. സോ നമ്മളൊരു rhetorical modes means the modes we use to write an essay or the modes or styles we use to write an essay. അപ്പോൾ ഇതിൽ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നരേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഇല്ലസ്ട്രേഷൻ, ആർഗ്യുമെൻറ്റേഷൻ, comparison and contrast, cause and effect, definition, process analysis, classification and division. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നരേഷൻ ആൻഡ് വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് എ നരേഷൻ, അതുപോലെ തന്നെ വാട്ട് ആർ ടൈപ്സ് ഓഫ് നരേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സോ ആക്ച്വലി നരേഷൻ മീൻസ് ഇറ്റ്സ് എ റെറ്റോറിക്കൽ മോഡ് suitable for relating a sequence of events or thoughts. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഓർ റിക്കൗണ്ടിങ് ഓഫ് ഇവൻറ്റ്സ് ആണ്. നമ്മൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ പറയുന്നു. ഫോർ എക്സാമ്പിൾ റീടെല്ലിംഗ് ഓഫ് ഇവൻറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം. സോ നമ്മൾ സ്റ്റോറീസ് എഴുതാൻ, അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസസ് എഴുതാനൊക്കെയാണ് നമ്മൾ നരേഷൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. So this narration is actually classified into two, fictional and non-fictional. ഫിക്ഷണൽ നരേഷൻസും ഉണ്ട്, നോൺ ഫിക്ഷണൽ നരേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുപ്പം മുതലേ നമ്മൾ കഥകൾ, സ്റ്റോറീസ് കേട്ടിട്ടാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആനിമൽ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ജംഗിൾ ബുക്ക്. റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് ഒരു എക്സാമ്പിളാണ്. സോ അതിൽ ഹ്യൂമൻ ക്യാരക്ടർ എങ്ങനെയാണ്, വെരി ക്ലോസ് ടു ദ ആനിമൽസായിട്ട് ഭയങ്കര കമ്പനിയാണ്. അതുപോലെ തന്നെ ആനിമൽസ് അവരൊരു ഫാമിലി മെമ്പറിനെ പോലെയാണ് ഈ മൗഗ്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണുന്നത്. സോ ഇറ്റ് ഈസ് എ ഫിക്ഷണൽ സ്റ്റോറി എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഫിലിംസ് എടുക്കുകയാണെങ്കിൽ, ഫിലിംസിന് മുന്നേ തന്നെ നമുക്ക് പറയാം ഫ്രാങ്കെൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫിക്ഷണൽ, ഇത് സയൻറ്റിഫിക് ഫിക്ഷനാണ്. അതുപോലെ തന്നെ ഗളിവേഴ്സ് ട്രാവൽ, ഇതൊക്കെ എങ്ങനെയാണ്, ഫിക്ഷണലാണ്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല. അതായത് ചെറിയ മനുഷ്യരുടെ ഒരു നാട്, പിന്നെ വലിയ മനുഷ്യരുടെ ഒരു നാട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, എല്ലാം സാങ്കല്പികമാണ്. സോ അങ്ങനെ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇമേജ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമാജിൻ ചെയ്യുന്നു. ഓരോ ഇമേജസ് നടക്കാത്ത അങ്ങനെ ഉണ്ടാവും നമ്മുടെ ഭാവനയിൽ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഫിക്ഷണലിൽ വരുന്നത്. ദാറ്റ് മീൻസ് സാങ്കല്പികം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ സാങ്കല്പികമായതുകൊണ്ട് തന്നെ ഈ ഫിക്ഷണൽ നരേറ്റീവിനെ നമ്മൾ പറയുന്നത് മെയ്ഡപ്പ് സ്റ്റോറി എന്നാണ്. മെയ്ഡപ്പ് സ്റ്റോറി, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റോറി. ഇറ്റ്സ് നോട്ട് റിയൽ, മെയ്ഡപ്പ് സ്റ്റോറി. ദി നോൺ ഫിക്ഷണൽ മീൻസ് ഫാക്ച്വൽ തിങ്സ്. അതായത് ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് വായിക്കുന്നു. ദാറ്റ് ഇൻസിഡൻറ്റ് ഈസ് റിയൽ സ്റ്റോറീസിനെയാണ് നമ്മൾ ഫാക്ച്വൽ എന്ന് പറയുന്നത്. സോ നോൺ ഫിക്ഷണൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫാക്ച്വൽ തിങ്സ് ഓർ റിയൽ തിങ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നരേറ്റീവിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ നരേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നരേഷൻ എഴുതുമ്പോൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ജനറലായിട്ട് വരുന്ന ക്യാരക്ടർ
ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദർ ആർ 6 ക്യാരക്ടറിസ്റ്റിക്സ്, 6 മെയിനായിട്ട് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് പ്ലോട്ട്. പ്ലോട്ടാണ് ആദ്യത്തേത്. സോ പ്ലോട്ട് മീൻസ് the events that constitute the narrative, usually told in a sequential order. അപ്പോൾ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ സ്റ്റോറി ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മളൊരു ഫിലിം ആരെങ്കിലും കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോവൽ വായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് വാട്ട് ഇസ് എ പ്ലോട്ട്. പ്ലോട്ട് എന്താണ്, അതായത് ഒരു എൻ്റയർ ആ സ്റ്റോറി എന്തിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അത് ഇവൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മൾ പറയുന്നതിനെയാണ് പ്ലോട്ട് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഇസ് സെറ്റിംഗ്. സോ സെറ്റിങ്ങിൽ വരുന്നത് ലൊക്കേഷൻ ആൻഡ് ടൈം ഓഫ് ദി ഇവൻറ്റ്സ് മെൻഷൻഡ് ഇൻ ദ നെറേറ്റീവ്. സെറ്റിങ്സിൽ വരുന്നത് ഏത് സീസണാണ്, ടൈം ഏതാണ്, ഡേ ഓർ നൈറ്റ്, അതുപോലെ തന്നെ ലൊക്കേഷൻ ഏതാണ്, പാരീസ് ഓർ ലണ്ടൻ, അങ്ങനെ ഏത് ലൊക്കേഷനിലാണ് നടക്കുന്നത്. പിന്നെ ഇപ്പോൾ പറയും നമ്മൾ പാരീസിലെ ഒരു കഫേയിലാണ് ഇത് നടക്കുന്നത്. സോ ആ കഫേയുടെ പേരെന്താണ്, രാത്രിയാണോ പകലാണോ, ഡേ ഓർ നൈറ്റ്, ആൻഡ് ഒരു ടൈം മേ ബി 12 o'clock, അങ്ങനെയൊക്കെ നമ്മൾ ടൈം വെച്ച് സ്പെസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് സെറ്റിംഗ്. നെക്സ്റ്റ് ഈസ് ക്യാരക്ടേഴ്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാരക്ടേഴ്സിൽ വരുന്നത് ദ സബ്ജക്ട്സ് ഓർ പീപ്പിൾ ഇൻ എ നറേറ്റീവ്. സോ ഇവിടെ സബ്ജക്ട്സ് എന്ന് പറയാൻ കാരണം ചിലപ്പോൾ അതിൽ മനുഷ്യരല്ലാണ്ട് വേറെയും ക്യാരക്ടേഴ്സ് വന്നു എന്ന് വരാം. The characters may include a central character and characters who are set against the central characters. ഇപ്പോൾ ക്യാരക്ടേഴ്സിനെ പറയുമ്പോൾ മെയിനായിട്ട് വരുന്നതാണ് ഹീറോ ആൻഡ് വില്ലൻ. So the hero is called as protagonist and the villain or the opposite character എന്നൊക്കെ നമുക്ക് പറയാം, it is antagonist. അപ്പോൾ ക്യാരക്ടേഴ്സിൽ വരുന്നതാണ് protagonist and antagonist. Protagonist is the heroine or hero, then antagonist means the villain. The next one is conflict. Conflict means a problem caused by the existence of opposing forces within or outside the character. സോ നമ്മൾ പറയുന്നത് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഫിലിം, ഇഫ് ഇറ്റ് ഇസ് എ ഫിലിം, നമുക്ക് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിൻ്റെ അവിടെ നിന്നാണ് ഈ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കിട്ടുന്നത്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു ഒരു ഒപ്പോസിങ് ഫോഴ്സ് മൂലം, അതായത് ഇപ്പോൾ വില്ലൻ മൂലം നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവുന്നു, ദെൻ അത് ആ ക്യാരക്ടറിനെ എഫക്റ്റ് ചെയ്യുന്നു, പിന്നീട് അങ്ങോട്ട് സ്റ്റോറിയിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ്. ആ ഒരു ട്വിസ്റ്റ് പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് ഈസ് റെസൊല്യൂഷൻ. സോ റെസൊല്യൂഷൻ മീൻസ് ദ ക്ലൈമാക്സ് ഓഫ് ദി സ്റ്റോറി മേ ഓഫർ എ റെസൊല്യൂഷൻ ടു ദ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ റെസൊല്യൂഷൻ മെയിനായിട്ട് പറയുന്നത് ക്ലൈമാക്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒപ്പോസിങ് ഫോഴ്സസിൻ്റെ കൊണ്ടാണ് നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഹീറോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചു, ദെൻ ഹൗ ഇറ്റ് ഈസ് സോൾവ്ഡ്, അതാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ആ ഒരു ഇഷ്യൂ എങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലോട്ട് എത്തുന്നത്, ദാറ്റ് പോയിൻ്റ് ഈസ് ക്ലൈമാക്സ്. അപ്പോൾ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറിനെയാണ് ഇവിടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് പോയിൻ്റ് ഓഫ് വ്യൂ. പോയിൻ്റ് ഓഫ് വ്യൂ മീൻസ് പേഴ്സ്പെക്റ്റീവ് ആണ് പറയുന്നത്. ദ പേഴ്സ്പെക്റ്റീവ് അഡോപ്റ്റഡ് ഫോർ റെൻഡറിങ് ദ സ്റ്റോറി ഈസ് കോൾഡ് പോയിൻ്റ് ഓഫ് വ്യൂ. ആരുടെ പേഴ്സ്പെക്റ്റീവിലാണ് എഴുതുന്നത്? ദ പ്രൈമറി തിങ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പോയിൻ്റ് ഓഫ് വ്യൂ ഈസ് ഐഡൻറ്റിഫൈങ് ദ നരേറ്റർ ആൻഡ് ദ മോഡ് ഓഫ് നരേഷൻ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഓർ തേർഡ് പേഴ്സൺ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ കഥ പറയുന്നത്. ചിലപ്പോൾ ഓതറായിരിക്കും കഥ പറയുന്നത്, അതായത് ഒരു സംഭവം നടക്കുന്നു, ഓതർ എന്ത് ചെയ്യുന്നു, ആ സംഭവത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിവരിച്ചു തരുന്നു. ചിലപ്പോൾ ഓതർ ആ ക്യാരക്ടറായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, അതായത് ഓതറിൻ്റെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഓതറിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ഫസ്റ്റ് പേഴ്സൺ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ തേർഡ് പേഴ്സൺ, അതായത് ഓതറിൻ്റെ എക്സ്പീരിയൻസ് അല്ല, ഉണ്ടായ ഒരു സംഭവം ഓതർ എഴുതുകയാണ്. സോ അത് ആകുമ്പോൾ തേർഡ് പേഴ്സൺ ആയിട്ടാണ് എഴുതുക.
സോ അതാണ് പേഴ്സ്പെക്റ്റീവ്. ഇപ്പം നമ്മൾ ചില ഫിലിംസിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും, ആദ്യം തന്നെ ഒരാളുടെ സൗണ്ടിൽ, അതായത് പുറമേ നിന്നുള്ള ഒരാളായിരിക്കും അയാളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രേസി ഗോപാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേറൊരാൾ എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇവിടെ ഈ ഒരു സ്ഥലത്തെ വീടുകളിലെ കട്ടളുകളൊക്കെ ആരോ അടിച്ചു മാറ്റി കൊണ്ടുവന്നു, സോ കള്ളൻ്റെ ശല്യമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ പറഞ്ഞു തരുന്നിട്ട് ലാസ്റ്റ് നമുക്ക് ദിലീപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ദിലീപിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ, പിന്നെ അത് വന്ന് ലാസ്റ്റ് അവസാനിക്കുന്ന ടൈമിലും ഈ ഒരു ആളുടെ നരേഷൻ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. സോ അത് തേർഡ് പേഴ്സണാണ്, വേറൊരാൾ ദിലീപിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ക്രേസി ഗോപാലിൻ്റെ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നു. സോ ദാറ്റ് ഈസ് പോയിൻ്റ് ഓഫ് വ്യൂ. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നരേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഗൈഡ് ലൈൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ നാരേറ്റീവ് ആസ് എ മോഡ് ഓഫ് റൈറ്റിംഗ് can be of use to your writing assignments in the college as well as your future workplace. In narrative style, writing is to be carried out in such a way as to hook the reader to your writing. Therefore, the impact of narrative essay is similar to that of a fictional work. ഇപ്പോൾ നമ്മൾ നരേറ്റീവ് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം, വർക്ക് പ്ലേസിലും യൂസ് ചെയ്യാം, കോളേജ് ലെവലിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പവർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഹൂക്ക് ദ റീഡർ, നമുക്ക് റീഡറിനെ നമ്മുടെ റൈറ്റിങ്സിലോട്ട് പിടിച്ചിരുത്താനായിട്ടുള്ള കഴിവ് വേണം. ദ ഇമ്പാക്റ്റ് ഓഫ് എ നരേറ്റീവ് എസ്സേ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഫിക്ഷണൽ വർക്ക്. ഒരു ഫിക്ഷണൽ വർക്ക് വായിക്കാൻ എത്രത്തോളം ഇൻട്രസ്റ്റ് റീഡേഴ്സിനുണ്ടാകുന്നോ അത്ര ഇൻട്രസ്റ്റ് നമ്മൾ നരേറ്റീവ് എസ്സേ വായിക്കുമ്പോഴും അവർക്ക് വരണം. So there are following guidelines will help you to make your narrative essay more interesting or more effective. So the first one, here ഞാൻ പോയിൻറ്റ്സ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. The narrative essay may deal with the writer's personal experience or any other sequence of events. അപ്പോൾ നാരേറ്റീവ് എസ്സേയിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് ഗിവിങ് ടു ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓർ റൈറ്റിംഗ് എ സ്റ്റോറി. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്, the point of view is first person. First person point of view is used when writing about personal experience. And you can also bring out the events or incidents objectively using third person point of view. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പേഴ്സൺ എഴുതുന്നതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ കൂടിയും ഇതിൽ ആഡ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. അതും ഒബ്ജക്റ്റീവ്ലി മാത്രമേ പറയാൻ പാടുള്ളൂ, സബ്ജക്റ്റിൽ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് പാടില്ല. ഇനി സെക്കൻഡ് പോയിന്റ്, ലൈക്ക് എനി അതർ എസ്സേസ് നരേറ്റീവ് എസ്സേ റിവോൾവ്സ് അറൗണ്ട് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ എസ്സേക്കും നമുക്ക് മെയിൻ പോയിൻ്റ് ഉണ്ട്, തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സോ നരേറ്റീവ് എസ്സേക്കും അതുണ്ട്. Thesis statement in a narrative essay can be explicit or implied, and it may be presented in the opening or the concluding paragraph. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ബി പ്രസൻറ്റഡ് ഇൻ ഓപ്പണിംഗ് or the concluding paragraphs. The opening paragraph introduces the setting and the protagonist and gives a gist of the narrative which should hook the readers to continue reading. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് പാരഗ്രാഫിൽ എന്തൊക്കെ ആഡ് ചെയ്യണം? We need to add the setting. Setting means location, time, place, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. Then we need to introduce the protagonist, അതായത് ഹീറോ. നമുക്ക് കാണാം മിക്ക ഫിലിംസിലും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറോയിനെ ആയിരിക്കും. ആൻഡ് പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഗീവ് എ ജിസ്റ്റ് ഓഫ് ദി നരേറ്റീവ്, അതായത് മൊത്തത്തിൽ എന്താ നടക്കണേന്നുള്ള ഒരു ക്ലൂ നമുക്ക് ഇട്ട് തരുന്നു. ഫോർ വാട്ട് പേർപ്പസ് ഇറ്റ് ഷുഡ് ഹൂക്ക് ദ റീഡർ ടു കണ്ടിന്യൂ റീഡിങ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്താലേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, തുടർന്ന് ആ ബുക്ക് വായിക്കുള്ളൂ, അല്ലെങ്കിൽ തുടർന്ന് ആ ബുക്ക് അല്ലെങ്കിൽ ആ ഒരു എസ്സേ വായിക്കുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പണിംഗ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കണം. ജസ്റ്റ് ലൈക്ക് ഫിലിമിൽ അങ്ങനെയാണ്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ഇൻട്രസ്റ്റ് ഒന്നും കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് വായിക്കാണ്ട് പോകും, അല്ലെങ്കിൽ ആ ഫിലിം കാണാണ്ട് പോകും. സോ അതേപോലെ തന്നെയാണ് ഇവിടെ.
Inverted pyramid style found in academic writing in general need not necessarily be followed in a narrative essay. നാരേറ്റീവ് എസ്സേയിൽ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഫോളോ ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ബിക്കോസ് ഇൻവെർട്ടഡ് പിരമിഡിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പക്ഷേ നമുക്ക് നാരേറ്റീവ് എസ്സേയിൽ അത് ലാസ്റ്റൊക്കെ എഴുതാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, the body paragraphs are to be arranged keeping in mind a sense of time. Transition phrases can be used to indicate shifts in the narration. സോ നമ്മൾ ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ വി നീഡ് ടു കൺസിഡർ അബൌട്ട് ദ ടൈം. അതായത് ആദ്യം നടന്ന സംഭവങ്ങൾ ആദ്യം എഴുതണം, രണ്ടാമത് നടന്ന സംഭവങ്ങൾ രണ്ടാമത് തന്നെ എഴുതണം. ആ ഒരു ഓർഡറിൽ പോകണം. അപ്പോൾ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ എന്താണ്, റീഡറിന് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് പോവും. അതുപോലെ തന്നെ ഇറ്റ് വിൽ മേക്ക് കൺഫ്യൂഷൻ. ഓക്കെ. Then the message of the narrative is to be spelled out clearly in the concluding paragraph. കൺക്ലൂഡിങ് പാരഗ്രാഫിൽ എന്ത് ചെയ്യണം, മെസ്സേജ് കൊടുത്തിരിക്കണം. ഈ ഒരു നാരേറ്റീവ് കൊണ്ട് ചിലപ്പോൾ സ്റ്റോറി ആയിരിക്കാം. അപ്പോൾ ആ ഒരു സ്റ്റോറി കൊണ്ട് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ളത്, അത് നമ്മൾ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ എഴുതണം. ഇപ്പോൾ ഫിലിം ആണെങ്കിലും അവസാനം നമുക്കൊരു മെസ്സേജ് തരും. ഇപ്പോൾ അമർ അക്ബർ അന്തോണി ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് ദേ കൺവേ എ മെസ്സേജ്, ഇറ്റ്സ് റെലവൻറ്റ് സോഷ്യൽ ഇഷ്യൂ. അപ്പോൾ ഒരു മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ നാരേറ്റീവ് എഴുതുമ്പോഴും ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യണം. The writer of a narrative needs to sustain the interest of the reader by generating curiosity in the events unfolded. That is, the reader of a narrative should get a feeling that something important is coming up. ദെൻ നെക്സ്റ്റ്, നമ്മൾക്ക് ഇപ്പോൾ നമ്മളൊരു സ്റ്റോറി ഓർ എനി നാരേറ്റീവ് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ആളുകളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഓരോ ഇവൻറ്റ് കഴിയുമ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മളൊരു നോവലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആണെങ്കിൽ നമുക്ക് വായിക്കും തോറും ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇനി എന്തുണ്ടാവുന്നു എന്നറിയാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു ക്യൂരിയോസിറ്റി അതുണ്ടാക്കിയെടുക്കാനായിട്ട് എഴുതുന്ന ആൾക്ക് പറ്റണം. അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് ഇൻഎഫക്റ്റീവ് എന്ന് പറയാം. നമ്മൾ ഫിലിമാണെങ്കിലും എന്താണ്, ചില ഫിലിമൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അഞ്ചാം പാതിര എന്നുള്ള ഫിലിം എടുക്കും. അത് കാണുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ക്യൂരിയോസിറ്റിയാണ്. അടുത്തത് എന്താണ് ഹൂസ് ദ മർഡറർ എന്നൊക്കെയുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. സോ നാരേറ്റീവ് എസ്സേയിലും ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. Dialogues, descriptions and recounting of actions can be made use of to engage the reader's attention. Conversational expressions and contractions can be used in dialogues. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് നാരേറ്റീവ് എസ്സേ ഇറ്റ് ഷുഡ് ബി മോർ ഇഫക്റ്റീവ് വെൻ വി യൂസ് ദ ഡയലോഗ്സ് ഓർ ഡിസ്ക്രിപ്ഷൻസ് ഓർ റീകൗണ്ടിങ് ഓഫ് ആക്ഷൻസ്. ഇപ്പോൾ നമ്മളെ ഇടയിൽ ഇങ്ങനെ സ്റ്റോറി എഴുതുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ രണ്ട് പേർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വന്നു വെച്ചാൽ ഇറ്റ്സ് ബെറ്റർ ടു ആഡ് ദാറ്റ് എക്സാക്ട് ഡയലോഗ് വിത്ത് ദ എക്സാക്ട് സ്ലാങ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, ആളുകൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പുതിയൊരു വ്യക്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ഡിസ്ക്രൈബ് ദ പേഴ്സൺ. അയാളെ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പം വായിക്കുന്ന ആൾക്ക് അത് മനസ്സിൽ കാണാനായിട്ട് പറ്റണം. Physical description of places and things are to be presented with the objective of helping readers visualize. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പോയിൻ്റ്. അതായത് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒരു സ്റ്റോറി എഴുതുമ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീടിനെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്താണ്, 2 നില വീടാണ്, വാതിലിങ്ങനെയാണ്, ജസ്റ്റ് ലൈക്ക് ക്യാസിൽ മോഡലാണ്, ഭയങ്കര ഡാർക്കാണ്, വെളിച്ചമൊന്നും അധികം വരുന്നില്ല, ജസ്റ്റ് ലൈക്ക് എ ഹോണ്ടഡ് ഹൗസ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അത് സം പ്ലാന്റ്സ്, അത് ഇനി ഏത് പ്ലാന്റ് ആണെങ്കിൽ അത് എഴുതുക. അങ്ങനെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ അധികം ഉണ്ടാവരുത്, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഷുഡ് ബി ബെറ്റർ. Then the last point, conflicts and problems are to be used to create suspense in the reader and to lead climax and resolution of the conflicts. പിന്നെ പറയുന്നത്, കോൺഫ്ലിക്ട്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇറ്റ് ഷുഡ് ബി എ മോർ ഇംപ്രസീവ്, അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കണം. നല്ല സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കോൺഫ്ലിക്ട്സുകളായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്.
ഇപ്പോൾ ചില ഫിലിംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കോൺഫ്ലിക്റ്റ് വില്ലനായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ലാസ്റ്റ് ഹീറോ വില്ലനെ കൊല്ലും, അതാണ് അതിൻ്റെ അവസാനം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. സോ നമുക്കതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്, നമുക്ക് ക്യൂരിയോസിറ്റി ആൻഡ് സസ്പെൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റീഡേഴ്സ് നമ്മുടെ എസ്സേ വായിക്കുള്ളൂ. ദെൻ ഇത്രയാണ് നമുക്കൊരു നാരേറ്റീവ് എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് നാരേറ്റീവ് എസ്സേ ടോപ്പിക്സ് ആണ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നാരേറ്റീവ് എസ്സേയുടെ 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവിലാണ് ഇവിടെ അത് എഴുതിയിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് MK ഗാന്ധി ആൻഡ് ഓട്ടോബയോഗ്രഫി. ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയുടെ ചാപ്റ്റർ 2 ആണ്. സോ എന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഈസ് ജോർജ് ഓർവെൽസ് ഷൂട്ടിംഗ് ആൻ എലിഫൻറ്റ് എന്നുള്ളൊരു ഇൻസിഡൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ദ തേർഡ് വൺ ഈസ് ഹെൻറി ലൂയിസ് ഗേറ്റ്സ് ജൂനിയറിൻ്റെ വാട്ട്സ് ഇൻ എ നെയിം, അതും കൊടുത്തിട്ടുണ്ട്. സോ ഇത് 3 അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾ വായിക്കുക. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ദി നരേറ്റീവ് എസ്സേസ്. So that's all for today. Thank you.